ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടായിട്ട് സമാധാനം, സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമൃദ്ധമതിയാൽ യേശുവിനെ നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥത തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു വചനം വായിച്ചു തുടങ്ങാം കേട്ടോ. നമ്മൾ ശരിക്കും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ രാജ്യം വരണമെന്ന. സത്യത്തിൽ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാൻ യേശുബ്രാൻ പഠിപ്പിച്ചെന്നേക്കണേ ഇതാ അങ്ങനെയാണ്. അപ്പം രാജ്യം, ദൈവരാജ്യത്തെ പറ്റി അന്വേഷിക്കുക. എന്നെ ദൈവരാജ്യത്തിലാക്കി അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എന്നെ വിളിച്ചേക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലാക്കാൻ വേണ്ടിയാണ് യേശുബ്രാൻ എന്നെ വിളിക്കാൻ എന്നെ ആക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നത്. അപ്പോൾ ഞാൻ ആ ദൈവരാജ്യം അനുഭവിച്ചില്ലെങ്കിൽ എന്ത് കഷ്ടമായി പോകും. അപ്പോൾ ദൈവരാജ്യത്തെ പറ്റി അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കണം, അതോടുകൂടി സകല നന്മയും പിൻപടയാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മളെപ്പോഴും ആ രാജ്യം അന്വേഷിക്കണം. ആ രാജ്യത്തിൽ കിടക്കണേ എങ്ങനെയാണ്? ആ രാജാവിൻ്റെ കീഴിലാകണം. യേശു കർത്താവായിട്ട്, കർത്തൃത്വം ഭരണം നടത്തുന്ന രാജാവായിട്ട് യേശു. അപ്പം അങ്ങ് കർത്തൃത്വം നടണം, അങ്ങ് കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ നാവ് കൊണ്ട് ഏറ്റു പറയുന്ന ഏവനും ആ ദൈവരാജ്യത്തിലേക്കാവുമെന്നല്ലേ പറഞ്ഞത്. അപ്പം ആ ദൈവരാജ്യത്തിലായി ആ യേശുവിനെ നമ്മളെ ഭരിക്കണേ പരിശുദ്ധാത്മാവിനാൽ. ആ പരിശുദ്ധാത്മാവ് വാഴുന്ന വിശുദ്ധ മന്ദിരാകട്ടെ. അതോടുകൂടി അന്നേരം വിശുദ്ധ മന്ദിരാകുമ്പോൾ എന്ത് നമ്മൾ ഈ സംഭവിക്കും? യെശയ്യാ പ്രവാചകനിക്കടെ പറഞ്ഞേക്കാം 32:15, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും. അപ്പോൾ നമ്മുടെ അവസ്ഥ മാറി ഉദ്യാനമായിത്തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി, നീതി എന്ന് പറഞ്ഞാൽ നീതി പാർക്കും എന്ന് പറഞ്ഞാൽ യേശുവാണ് നീതി. നീതി സൂര്യൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പേരാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വമായിരിക്കും. അപ്പോൾ നീതിയുടെ പ്രവൃത്തി സമാധാനം, നീതിയുടെ ഫലം യേശു നമ്മൾ വരുമ്പോഴുള്ള ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയെല്ലാം കിട്ടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വാഴട്ടെ. അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മളെ പണിത് യേശുവിൻ്റെ സ്വഭാവമാക്കാനും നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാകും. അപ്പോൾ ഇന്ന് അതിമനോഹരമായ വീഡിയോസ് ഇനി കാണാം. ഹെയറിൻ്റെ കരാട്ടിൻ, ഹെയർ ലാക്സിങ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടിയൊക്കെ ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കണ്ട. ഞാൻ എല്ലാവരോടും പറയും ഈ ആഫ്റ്റർ കെയർ ഒക്കെ മാത്രം പോരാ, മൾട്ടി വിറ്റാമിൻ കൂടെ കഴിക്കണമെന്ന്. നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. ശരിക്കും ഫുഡിൽ നിന്ന് എല്ലാം വേണ്ടേ, പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാം മനുണ്ടോ? അങ്ങനെ അയൺ ഡെഫിഷ്യൻസി, കൗണ്ട്, ഹീമോഗ്ലോബിൻ കുറയുന്നു. അപ്പം നമ്മൾ അയൺ ഗുളിക കഴിക്കാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ തലകറങ്ങി വീഴും. അപ്പം നമ്മൾ ഇങ്ങനെ അയൺ കഴിക്കണം. അപ്പോൾ കാരണം എനിക്ക് എപ്പോഴും തടി ഉണ്ടായിരുന്നു, ഒത്തിരി ഫുഡും കഴിക്കുന്നത്. എനിക്ക് എപ്പോഴും അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളാണ്. അന്നേരം അറിയാൻ പാടായിരുന്നു D3 കുറവിൻ്റെയാണ്. അപ്പം D3 ഒക്കെ അടുപ്പിച്ച് കഴിച്ചു തുടങ്ങിയിട്ടാണ് എനിക്ക് ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കറക്റ്റ് ആയത്. അപ്പം D3 എന്നായാലും മസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തിൽ ഈ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ഈ ഹെയറിൻ്റെ ഇതിൽ. അപ്പോൾ ആരോഗ്യത്തെപ്പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാനിത് പറഞ്ഞിട്ട് ഒത്തിരി പേര് D3 ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് D3 ലാബുകാരെല്ലാം കൂടെ കൂടി മിക്കവാറും ഒരു ബെൻസ് മേടിച്ചാറുണ്ട്. അത്രയ്ക്കുള്ള ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നേരത്തെ മുടിയൊക്കെ പൊട്ടുമോ നരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് D3 കുറവില്ല കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് മുതൽ നരയൊക്കെ വന്നില്ലേ. അപ്പോൾ എപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് മുടി, തിളക്കം, കണ്ണ്, സ്കിന്ന് ഒക്കെ. നമ്മുടെ ആരോഗ്യം എന്ത് വലുതാട്ടോ. ഇന്നലെ മിനിങ്ങാന്നൊന്നും വിശപ്പില്ലെങ്കിൽ എന്നാ കഴിക്കാൻ തോന്നുമോ? മറ്റേ വീട്ടിലേക്ക് വണ്ടിയൊക്കെ കയറുന്ന വഴി ഇന്ന് എന്നാക്കെ തിന്നണം എന്നുള്ള ചിന്തയാട്ടോ എനിക്ക്. ഇന്നലെ ചെന്നിട്ട് ഒന്നും ഫുഡ് കഴിക്കണം. ആരോഗ്യം അത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ പണിയെടുത്താൽ കാശുണ്ടാവൂലേ? അപ്പോൾ നമ്മൾ പണിയെടുത്തെല്ലാം ഉണ്ടാക്കണതല്ലേ നല്ലത്. മറ്റുള്ളവരുടെ കീഴിൽ ജീവിക്കണയാണോ? മറ്റുള്ളവരുടെ കൈമുമ്പിൽ കൈ നീട്ടാണ്ട് ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ പണിയെടുത്ത് ജീവിക്കാമല്ലോ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ വീഡിയോസ് കാണുക. ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. ഈ മോള് പണ്ട് മുതൽ എപ്പോഴും ഇവിടെ ചെയ്യണതാട്ടോ. ഇതിപ്പോൾ അടിക്കാറായി. ഹെയർ ലാക്സിങ് ആണ് ചെയ്യണേ. നല്ല തിക്കുള്ള ഹെയറാട്ടോ, ഭയങ്കര രസമുള്ള ഹെയറാണ്. യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പൊട്ടി ഇങ്ങനെ പൊളിഞ്ഞൊക്കെയാണ്. പണ്ടൊക്കെ സ്ട്രെയിറ്റ് ഹെയർ തന്നെയാണ്. പണ്ട് മുതലേ കുഞ്ഞിലെ മുതൽ മുടി വെട്ടാനൊക്കെ ഇവിടെ തന്നെയാണ്. തിക്നെസ്സാണ് ഈ മുടിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. നല്ല ഒരു തിക്ക് ഹെയറാണ്. ലോങ് ആക്കാണ്ടിരിക്കുന്ന ആശാത്തി വെട്ടണതാണ്. അപ്പോൾ ഇത് പരസ്യത്തിന് വെല്ലണ പോലെ കിടക്കണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ വിറ്റാമിൻ ഗുളിക ഒന്നും കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാണ്ട്
അതിൻ്റെയൊക്കെ കുഴപ്പമുണ്ട് കേട്ടോ. D3 കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു. വൈറ്റ് ഹെയർ ഉണ്ട്, മൾട്ടി വിറ്റാമിൻ്റെ പ്രോബ്ലം, പൊട്ടൽ, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ മുടിയൊക്കെ നമ്മൾ വിറ്റാമിൻ കഴിക്കണത് എന്തിനാണെന്നൊക്കെ ഓർക്കും. പക്ഷേ അതിൻ്റെയൊക്കെ പ്രയോജനമുണ്ട്. യേശുവിൻ്റെ കൃപയാൽ അത് കഴിയുമ്പോൾ ഇതെൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാം. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്കടെ ഹെയർ തന്നെയല്ല, ഈ മോള് കുഞ്ഞിലേ മുതൽ എനിക്ക് ഭയങ്കര പരിചയമുള്ളതാണ്. കുഞ്ഞു കൊച്ചാണോ, വൈറ്റ് ഹെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചോറിൽ ഇനി മേടിച്ച് വയ്ക്കാൻ പോവാം. D3 കഴിച്ചോന്ന് വെച്ചിട്ട് D3 ടെസ്റ്റ് ചെയ്തെല്ലാം കഴിച്ചിട്ടില്ല, വിറ്റാമിൻ ഗുളിയെ കഴിച്ചിട്ടില്ല. ഇവിടെ ചോറിലെടുത്ത് അടിക്കാൻ പോവാം. ഞാൻ പറയുന്നത് എനിക്ക് D3 ഇല്ലാണ്ട് എന്തെല്ലാം പ്രശ്നം പറ്റിയ പല്ലും പോയി, മുടിയും നരച്ച് കളറൊക്കെ ചെയ്തല്ലേ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ആരോഗ്യപരമായിട്ടുണ്ടാകുന്നേ. സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് നിങ്ങൾ ചെടി കൊണ്ട് നട്ട ഫ്രൂട്ട്സ് മരം കൊണ്ട് നട്ട കായ്ക്കാറുണ്ടോ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും D3 കുറവിൽ ഒത്തിരി കാര്യങ്ങൾ പ്രോബ്ലം വരും. കൺവേർട്ട് ആകൂല നമ്മൾ ഫുഡ് കഴിക്കണ എല്ലാ ഇതിലേക്കൊക്കെ. അമിത ഇത് പിന്നെ വണ്ണമില്ല, അതെന്നാന്ന് അറിയാൻ പാടില്ല. ഇനി D3യുടെ തന്നെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി അത് കാരണം ഞാൻ പറഞ്ഞത് നല്ല ഇങ്ങനെ ലെയർ വെട്ടിയിട്ടേക്കണ മുടിയാ. ഇതിപ്പോൾ അടിച്ചതാ. നല്ല തിക്കായിരുന്നു. പണ്ട് ഈ കൊച്ചിൻ്റെ മുടി തിക്കായിരുന്നേ. പണ്ട് ഇങ്ങനെ പൊട്ടലൊന്നുമില്ലായിരുന്നു. ഈ വൈറ്റ് ഹെയർ വന്നതിന് തൊട്ടുമ്പോൾ പൊട്ടലും ഡ്രൈനെസ്സൊക്കെ വരും. എൻ്റെ കണ്ടുപിടുത്തം D3യുടെ ആണ്. ഞാൻ എൻ്റെ ഈ കാഴ്ചപ്പാടിൽ പലരുടെയും തല കണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഡോക്ടറാട്ടോ. പുറമെ നോക്കിയുള്ള പണ്ട് നമ്മളോട് പറയില്ലേ, കൈ നീട്ടു, നാക്ക് നീട്ടു, കണ്ണിങ്ങനെ നോക്കി അതിനുണ്ടോ നോക്കണത് ഡോക്ടർമാർ. അതുപോലെയുള്ള നോട്ടത്തിലാവണം. ഏതെങ്കിലും അയൺ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലും കുറവായിരുന്നതൊക്കെ എൻ്റെ കണ്ടുപിടുത്താട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ കൊച്ച് ഇഷ്ടപ്പെടാണ്ട് എപ്പോഴും ഇവിടെ വന്ന വെച്ചാൽ ഇതിന് മുമ്പ് ഒന്ന് വന്നിട്ട് ഇപ്പോൾ വളർന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിട്ടതാ. പിന്നെ ഇപ്പോൾ റീഅടിക്കാൻ വന്നതാ. അപ്പം മുടി ഇങ്ങനെയുള്ളവരിങ്ങനെ ചെയ്തിട്ടാ പിന്നെ മുടി തിരക്കുള്ള ജോലിയുള്ള കൊച്ചാണ്. കൊച്ചിന് ജോലിയില്ലേ, മുടീനെ പറ്റി ചീപ്പറക്കി നടക്കണ്ട. ഇങ്ങനെ ചെയ്തിട്ടാൽ അത് ഒരു നമ്മുടെ ജീവിതത്തിലെ പണിയുടെ മുക്കാലും കഴിഞ്ഞു. പിന്നെ ഒരു ജോലി ഡ്രസ്സ് എടുത്തിട്ട് ഒരു വലിയൊരു നമ്മളെ ഒരുക്കണയിൽ ഏറ്റവും മുക്കാലുമുള്ള പണി കഴിയും മുടിയുടെ ഹെയർ സ്റ്റൈലിൽ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മനോഹരമായ ഇതിൽ നമുക്കാകാൻ പറ്റും മുടിയുടെ മേക്ക് ഓവറിൽ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. മുടി മാത്രമല്ല കേട്ടോ ഇവിടെ ചെയ്യണേ, ഫേഷ്യൽ, ഇവിടെ ത്രെഡിങ്ങിന് ഇവിടെ ഭയങ്കര തിരക്കായി. പിള്ളേർ ത്രെഡ് ചെയ്താൽ ഒരു പെയിൻ പോലും എടുക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പെയിൻ എടുക്കാണ്ട് പണ്ട് കട തുടങ്ങിയ കാലത്തൊരു ബ്യൂട്ടീഷ്യൻ കൊച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാട്ടോ അത്രയും ഭയങ്കര നന്നായിട്ട് മുടി വെട്ടും. ഫേഷ്യൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ വരണ്ട. എന്ത് ചെയ്യുമ്പോഴും ഞങ്ങൾ ബ്രാൻഡഡ് കമ്പനി, നിങ്ങൾ കമ്പനി വെച്ചിട്ട് ചെയ്താൽ മതി. എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യൂ. ഈ കുഞ്ഞിക്കുടാപ്പിയുടെ മുടി ചെയ്യാൻ വന്നേക്കണേ കേട്ടോ. ശരിക്കും കുഞ്ഞിക്കുടാപ്പി അത്രയല്ലോ 9-ലായോ? 9-ലായിട്ടുള്ളേ. അപ്പോൾ 9-ൽ കുഞ്ഞു പിള്ളേർക്ക് ചെയ്യണ കരാട്ടിൻ നമ്മൾ ചെയ്യണത്. നാനോപ്ലാസ്റ്റിയുടെ ഒക്കെ പ്രീമിയം ഇവിടെ സൂപ്പർ സംഭവമാണ് ചെയ്യണേ. പ്രഗ്നൻസിയിലുള്ളവർക്കും ചെയ്യാം, ഇതും ചെയ്യാം. അപ്പോൾ ഈ മുടിയെ നമ്മൾ ചെയ്യാൻ പോവാണ്. കൊച്ചിൻ്റെ മുടി കൊച്ചു പറഞ്ഞ കഴിഞ്ഞ വർഷം കരാട്ടിൻ, ഇത് കരാട്ടിനല്ല സ്മൂത്തനിങ് ആണ്. ഒരു കരാട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ചിലതിങ്ങനെ പറ്റിക്കാൻ സ്മൂത്തനിങ് ചെയ്ത് വയ്ക്കും. കരാട്ടിന് ഒരു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കൂല. ഇത് കെമിക്കലി ഇതിൻ്റെ ടെക്സ്ചർ മാറ്റി ബോണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാണ് ഈ മുടി ഇങ്ങനെ നിവർന്നിങ്ങനെ വരുള്ളൂ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടോ, ഇത് തലേന്ന് കിളുത്ത് വന്നേക്കണതേ കണ്ടോ, കൊച്ചിൻ്റെ ദൈവടന്മാരെ തലേന്ന് കിളുത്ത് വന്നേക്കണ മുടി. ഇതിവിടെ താഴത്തേട്ട് അവർ ചെയ്തിട്ടുമില്ല. തലേന്ന് കിളുത്ത് വന്നേക്കണ ഇത്രയും മുടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ മനോഹരാകണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. നല്ല അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കുഞ്ഞുങ്ങളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. 9-ൽ പഠിക്കുന്നതല്ലേ കരാട്ടിനാ ചെയ്ത്. ഇത് ഇന്ന് കിട്ടുമെന്ന് കുറേ അയൺ ചെയ്യണമല്ലോ. യേശുവിൻ്റെ കൃപയാൽ സോഫ്റ്റ്. ഇവിടെ ഇച്ചിരി ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ലെയർ വെട്ടിയിട്ടേക്കണം. ലെയറല്ല, ബട്ടർഫ്ലൈ കട്ട കുറച്ച് അതൊക്കെ വെട്ടിയിട്ടാണ് വന്നത്. ഒത്തിരി മുടിയുള്ള കുറച്ച് അതിൻ്റെയാണ് ഇവിടെ ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കണത്. കരാട്ടിൻ്റെ നാനോപ്ലാസ്റ്റി അല്ല, അതിലൊക്കെ കൂടിയ ഒരു സംഭവമാണ്. കൊച്ചു പിള്ളേർക്ക് ചെയ്യുന്നതാണ് ചെയ്തേക്കണേ. ഇവിടെ എല്ലാം നമുക്ക് നല്ല സൂപ്പറായിട്ട് നിറഞ്ഞു കിട്ടി. കൊച്ചിന് തലേ തൊടാൻ പാടാറുണ്ട് ഇവിടെ താനൊക്കെ. ഇതിപ്പോൾ താഴത്തേക്കൊക്കെ ഇങ്ങനെ ഇത് വലിയ ബട്ടർഫ്ലൈ ഇത് വെട്ടിയേക്കണേ. ഇടയ്ക്ക് കേളൊക്കെ ആക്കാനുള്ള കൊച്ചിന് താഴെ. കരാട്ടിൻ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. കേളാക്കണേ കേളാക്കാം, സ്ട്രെയിറ്റ് ആക്കണേ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആക്കാം. മറ്റേ ഹെയർ ലാക്സിങ്ങോ സ്മൂത്തനിങ്ങോ ആണെങ്കിൽ കേൾ കിട്ടില്ല.
ഇത് കൊച്ചു വളച്ചാൽ പെട്ടെന്ന് കേട് കിട്ടും. കൊച്ചു വലിയ ലണ്ടനിലെ ഇവിടുത്തെ കലാതിലകം പോലത്തെ നമ്മുടെ നാട്യമയൂരാട്ടോ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൽ ലോക പ്രശസ്തി ആകാനുള്ള കുഞ്ഞിങ്ങയാണ്. ചുമ്മാ ഇതിന് പൊതിയായിട്ടൊരു കുർത്തയൊക്കെ എടുത്തിട്ടാണ് തീരെ കുഞ്ഞിങ്ങാട്ടോ. ഇതിനിതിർന്നോ ഈ കുഞ്ഞി പിള്ളേരങ്ങനെയല്ലേ, നമുക്ക് സാരി ഉടുക്കേണ്ട പ്രായമാകുമ്പോൾ സാരി ഉടുക്കില്ല, അന്നേരം നിക്കറ് ഇടണമെന്ന് പറയും. ഇപ്പോൾ ഉടുപ്പിടേണ്ട പ്രായം, അന്നേരം ഉടുപ്പ് എനിക്ക് വേണ്ട, എനിക്ക് വലിയവരുടെ കുർപ്പാണ്, എൻ്റെ ആങ്ങളുടെ പിള്ളേർക്ക് പോനാ, എനിക്കിത് കേൾക്കുമ്പോൾ കരി വരും. ഇപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ താഴേക്കും നല്ലൊരു പാൻറ്റും കിട്ടി. പക്ഷെ ഇതിങ്ങനെ ഇട്ടപ്പോൾ നല്ല രസമാട്ടോ. കുഞ്ഞിങ്ങയുടെ മുഖം കാണിക്കണില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായില്ലേ നോക്കി. മക്കളുടെ മുടി തന്നെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ മുടിയത് വേണ്ട. കളറൊക്കെ ലണ്ടനിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വന്നതാ കേട്ടോ. സൂപ്പറായി. ശരിയത് ഈ മോക്കടെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വന്ന നല്ല മുടിയൊക്കെ തിക്ക കുഞ്ഞു കൊച്ച. യേശുവിൻ്റെ കൃപ നല്ല മുടിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഈ മുടി കിടക്കുമ്പോൾ വല്ല ഭംഗിയുണ്ടോ? ഈ മുടിയിൽ നമുക്ക് ഒന്ന് സ്റ്റൈലാക്കണ്ടേ, സ്റ്റൈൽ. അപ്പോൾ അതോടുകൂടി നമ്മളിങ്ങനെ ആള് മാറിയതുപോലെയാകും. 90% നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ മേക്ക് ഓവറിൻ്റെ ഒരു മെയിൻ ഘടകമാണ് മുടി. അപ്പോൾ നമുക്ക് അത് അതിമനോഹരമാകുന്ന കാഴ്ച യേശുവിൻ്റെ കൃപയാൽ കാണാൻ ഒരു 4 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വെല്ലണ പോലെ ആകുന്ന നല്ല തിക്ക് ഹെയറാണ്. ഭയങ്കര മുടിക്ക് കട്ടിയുള്ളതാണ്, പക്ഷെ ഭയങ്കര ഡ്രൈ, കുഞ്ഞി കൊച്ചു, പ്രായം കുറവാണ്. അപ്പം നമ്മൾ ഓർക്കുക, പണ്ടൊക്കെ ഒരു 30 വയസ്സ് വരെ നമുക്കത് മുടി തിളങ്ങുമായിരുന്നു, മുടിയും കണ്ണും ഒക്കെ തിളങ്ങുമായിരുന്നു. നമ്മുടെ ഹെൽത്തിൻ്റെ പ്രതീകമാണ്. മുടി ഡ്രൈ ആയി പൊട്ടുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. വെള്ളമാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലത്തെ ഇതാണ് കാണിക്കുന്നത്. ഉള്ളിൽ മോയ്സ്ചറൈസിങ് ആക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഇന്നും കളറൊക്കെ ചെയ്ത് കാശെല്ലാം പോകണമെന്നറിയാം. പിന്നെ എന്തെല്ലാം പല്ലൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി എൻ്റെ. അന്നത്തെ കാലത്ത് ബോധമില്ല. വിറ്റാമിൻ കൊറോണ കാലം വന്ന പിന്നല്ലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട്. വാട്സപ്പിൽ ഓരോന്നൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ കൊച്ചിന് എന്ത് സുഖം. ഇനി ഞാൻ പറയുന്നത് ഒരു 5-8 മാസം ഒരു ഇങ്ങനെ മുടി ഒഴുകി കിടക്കും. ഇതേ കുറേ പണം തൊട്ട് കുറേ സമയം എടുത്ത് ഇതിനെ ഈ രൂപമാക്കാനാ. അപ്പടി ആദ്യം കണ്ട ഫോട്ടോയിൽ ഒരു വെട്ടാൻ വേണ്ടി മുടി ആദ്യത്തെ വീഡിയോയിൽ കൊച്ചിൻ്റെ മുടി നനച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾക്ക് എണ്ണമല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫ്രസിയായിട്ട് പൊട്ടിയിരിക്കണ മുടിയാണ്. യേശുവിൻ്റെ കൃപയാൽ അതിനെ അപ്പടി ഒതുക്കിയെടുത്തു. സാധാരണ നമ്മൾ ചില വോളിയം തോന്നണേ, ഇത് ഒതുക്കിയതാ പൊട്ടൽ മാറാൻ. അപ്പോൾ ഇതേ കൊച്ചിനൊരു നാച്ചുറൽ ലുക്കിൽ കേളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചിന് ഹെയർ റിലാക്സിങ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമായത് കണ്ടോ. ഉള്ളൊക്കെ വേണ്ടതുണ്ടായിരുന്നു കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ അതിമനോഹരമായില്ലേ നോക്കിക്കേ. ഇപ്പോൾ നല്ല സോഫ്റ്റുമായി, നല്ല ഗ്ലോയുമായി. അപ്പം ഇഷ്ടപ്പെട്ട മോളെ? കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൊച്ചിനിനി ഇത് നമ്മൾ ചെയ്തതിൻ്റെ സുഖം വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും തുണി കഴുകാൻ പോവോ? അതുപോലെയാണ്. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ഈ സുഖം കണ്ടുപിടിച്ചാൽ പിന്നെ മുടി നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല. കാരണം മുടി പറക്കി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കുലുക്കി ഞാനൊക്കെ ചീകാറേയില്ലതേ ഇങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ ഓക്കെ ഇത് ഇങ്ങനെ ഒരു തള്ളോടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഓക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹെയർ മേക്കോർ എന്ന് പറഞ്ഞിട്ട് 90% മേക്കപ്പായി. ഒരു ഡ്രസ്സും എടുത്തിട്ടു, ഒരു മോയ്സ്ചറൈസിങ് ഇട്ടൊരു ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പായി. സിമ്പിളായി നടക്കുകയും ചെയ്യാം, അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ചെയ്യുള്ളൂ. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ രണ്ടാമത് അടിക്കാൻ വരുമ്പം ഇത് സോഫ്റ്റ് ആകണത് കൂടാണ്ട് പനങ്കല പോലെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് വേഗം പോലെ. ഹലോ, ഈ മോള് ഹെയർ മേക്കോറിന് വന്നാണേ. തിക്കൊക്കെ ആയിട്ടുള്ള നല്ല മുടിയൊക്കെ കഴിയില്ല. ക്ലോസപ്പ് കാണിച്ച് പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇല്ലാത്ത പിന്നെ മുടി ആരുടെയും കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പൊട്ടലിനെയൊക്കെ അടിച്ച് പതപ്പിച്ച് ഹെയർ ലാസിങ്ങാണ് ചെയ്യാൻ പോണേ. കുറേ വെട്ടണം എന്ന് പറയും. നാൾ 2 ദിവസം മുമ്പ് ഇത്രയും വെട്ടിയിട്ട് പോയതാണ്. പെട്ടെന്ന് നീളാൻ മുടിയാണ്. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് കുറച്ച് ഷോർട്ടാക്കും. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ പരസ്യത്തിന് വെല്ലണ ഭംഗി യേശുവിൻ്റെ കൃപയാൽ കിട്ടുന്നത് കാണാൻ വെയിറ്റ് ചെയ്യും 4 മണിക്കൂർ.
ഇത് ശരിക്കും ഇങ്ങനെ നന്നായിട്ട് പൊട്ടലുണ്ട്. ഞാൻ പറഞ്ഞ മക്കളുടെ മുഖത്തിനൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ട്. പിഗ്മെന്റേഷൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം അതെന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ നോക്കണല്ലോ. ഞാനിപ്പോൾ ഭയങ്കരമായിട്ടും രക്തം ഉണ്ടാകാനുള്ള ലക്ഷ്യത്തില്ല. രാവിലെ രക്തം ഉണ്ടാകാൻ കഷായം കുടിക്കും, 2 മുട്ട ഇലക്കറിയിൽ നിന്ന് കഴിച്ചു, പിന്നെ ABC ജ്യൂസ് കഴിച്ചു. ഇതാകുമ്പോൾ പ്രഭാത ഫുഡ്. നമ്മളും കൂടെ ചിന്തിക്കും നമ്മുടെ ഹെൽത്തിനെ പറ്റി. അവനോനല്ലാണ്ട് ആരും നമ്മുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കണം. മക്കൾക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ? ഇപ്പം നമ്മൾ മക്കളുടെ ഹെൽത്ത്, ഹസ്ബൻഡിൻ്റെ ഹെൽത്ത്, കുടുംബത്തിൻ്റെ ഹെൽത്ത് മൊത്തം നോക്കണം. ആ കൂടെ നമ്മുടെ ഹെൽത്ത് നോക്കുക. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ലോകത്തിൻ്റെ അസറ്റാണ്, കുടുംബത്തിൻ്റെ അസറ്റാണ്. കുടുംബം മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടാലല്ലേ ലോകത്തിന് അതൊരു അസറ്റ് ആവുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാം. വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിൽ വരുന്ന പോലെ ആവുമെന്ന്. യേശുവിൻ്റെ കൃപയാൽ ഇത് പരസ്യത്തിലെ പോലും കാണേക്കാളും അതിമനോഹരം. ഇങ്ങോട്ട് നോക്കൂ, അടിപൊളി, സൂപ്പർ. ഇങ്ങോട്ട് നോക്കിക്കേ. ആ അങ്ങനെ ഈ ഫാനൊക്കെ ഇട്ട് പരസ്യത്തിൽ കാണിക്കില്ല, മുടി ഇങ്ങനെ ഒഴുകി. പക്ഷേങ്കിൽ ഈ മോടക്കടെ മുടി ഭയങ്കര ഫ്രസ്സിയൊക്കെ ആട്ടോ. നമ്മൾ കാണുമ്പോൾ കാണാമല്ല, കഴുകി കഴിഞ്ഞൊക്കെ ഭയങ്കര ഫ്രസ്സിയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ലണ്ടനിലൊക്കെ ഉള്ള അപ്പം D3 ഒക്കെ പോയി ടെസ്റ്റ് ചെയ്യുക. അതൊന്നും കാണില്ലായിരിക്കും. ഡോക്ടറൊക്കെ കാണാണ്ട് കുറേ വിറ്റാമിൻ ഗുളിക കഴിക്കേണ്ട. പക്ഷേ D3 ഒന്നും നോക്കാറില്ലെന്ന് തോന്നുന്നു. മിക്കവാറും അത് സീറോ ഒന്നും ആയിരിക്കില്ല. സീറോയ്ക്ക് മറ്റൊരു ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ നോക്കണം. നേരം D3 മറക്കരുതല്ലോ. അപ്പം കാരണം ഈ ആഫ്റ്റർ കെയർ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ തൽക്കാലം ഇവിടുത്തെ യൂസ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അഗ്ഗൻ്റെ ഷാമ്പൂ ഒക്കെ മേടിക്കാൻ പറഞ്ഞു. ഷാമ്പൂ തീരുമ്പോൾ അപ്പോൾ ഷോസ്കോപ്പിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ ഷാമ്പൂ ഒക്കെ കൊടുത്തുവിടാൻ പോണേ. അപ്പോൾ അതൊക്കെ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഒത്തിരി സൂപ്പറാകും. ഇതിന് നിറച്ച് താരനുണ്ടെന്ന് തോന്നും. ഈ താരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിറ്റാമിൻ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് സൂപ്പറായിക്കോളും. അടുത്ത ഓണം വരുമ്പോൾ ഇരട്ടി ഉള്ള ഭയങ്കര മുടി ഉള്ള മുടിയാണ്, പെട്ടെന്ന് നീള മുടിയാണ്. ഇത്രയും നല്ല മുടിയിൽ നന്നായിട്ട് പരിപാലിക്കട്ടെ. എങ്ങനെ പരിപാലിക്കണം? പുറമേ ഉള്ളത് ആ ഷാമ്പൂ, സ്പായും, സിറോം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് കറക്റ്റ് ആവും. പക്ഷെ അകമേ നമ്മൾ ഉള്ളിൽ ശരിയാക്കിയാലാണ് ഹെൽത്ത് കറക്റ്റ് ആവുള്ളൂ. ഉള്ളിൽ ശരിയാക്കാൻ ശ്രമിക്കൂ. വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ മാത്രം പോരാ. ഞാനിന്ന് കഴിച്ചത് എന്നാക്കിയെന്ന് അറിയാമോ? 2 മുട്ടയെടുത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അപ്പം ഇലയില്ല പച്ചച്ചീര അതിങ്ങനെ വഴറ്റി അത് കഴിച്ചു. പിന്നെ ക്യാരറ്റ്, ആപ്പിള്, ബീറ്റ്റൂട്ട്, പേരയ്ക്ക 4 ഫ്രൂട്ട്സ് മിക്സിയിലടിച്ച് അത് ജ്യൂസ് കുടിച്ചു. ഇത്രയും ചെയ്തു രാവിലെ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ പറയണത് നിങ്ങളും അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഹെൽത്ത് നമ്മളല്ലാണ്ട് വേറെ ഒരു നോക്കുമോ? നമുക്ക് ആരോഗ്യം വേണ്ടേ? ടൂറൊക്കെ പോകണ്ടേ? എൻജോയ് ചെയ്യണ്ടേ? സ്കിന്നൊക്കെ തിളങ്ങണ്ടേ? അപ്പോൾ യേശുബ്രാൻ യൗവനം കഴിയാനെ പോലെ പുതുക്കി തരുമെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ മേടിക്കാൻ നമുക്ക് കാശ് തന്നിട്ടില്ല. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അടിച്ചു കുടിക്കട്ടോ. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം സ്പീഡി പോരെ. മുടി ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്ക് ആശാത്തിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ആൾ മാറിയ പോലെ മുഖം കാണിക്കുന്നത് വല്ല കുഴപ്പമുണ്ട്. ആൾ മാറിയ പോലെയായി, അതിഭംഗിയായി, അതീവ സുന്ദരിയായി. പക്ഷെ മുഖം കാണിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. നിങ്ങൾ ഈ ഹെയർ മേക്ക് ഓവറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും. അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്? പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടോ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണം. ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെ ആണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്.
കരാട്ടിനിലെ നാനോപ്ലാസ്റ്റിയേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇപ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷെ ഇപ്പൊ നല്ല രസത്തിലല്ലേ എനിക്കടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണ്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ്റെ ഒക്കെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയണല്ലോ എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോലെ. ശരി എന്നാ. ഹലോ, ഇന്ന് മോളുടെ കൂടെ കല്യാണത്തിന് വേറെ കല്യാണത്തിന് ഒരുങ്ങാൻ പോയതാട്ടോ. ഞാൻ പണ്ട് കല്യാണം ഒരുക്കി വെച്ചാട്ടോ. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടതാ, ഹാപ്പി കസ്റ്റമറിൽ ഇടാലോ എന്ന് ഓർത്തോണ്ട്. കൊച്ച് കസിൻ്റെ കല്യാണത്തിന് പോവാം. അപ്പോൾ കൊച്ച് തന്നെ സാരി ഡിസൈൻ ചെയ്ത് പ്ലെയിൻ എടുത്ത് ഡൈ ചെയ്യിച്ച് ഡിസൈൻ ചെയ്ത് സാരി, ക്ലോസ് നെക്ക് ബ്ലൗസ്, ഇത് ഇങ്ങനെയൊക്കെ മുടിയൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടില്ലേ, ഒരു എലഗൻ ലുക്കില്ലേ, ഭയങ്കര രസമില്ലേ. നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തു. ഒരുങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടാപ്പാ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. കൊച്ച് ഒത്തിരി ആകലായിരുന്നു എനിക്ക് കല്യാണം ഒരുങ്ങാൻ വന്ന കൊച്ചാട്ടോ. എറണാകുളം അടുത്തുനിന്ന് ഒരുങ്ങാൻ വന്നിട്ടുള്ള കൊച്ചാണ്. കൊച്ചിൻ്റെ മേക്കപ്പ് ക്ലിക്കായി. എനിക്ക് ഒത്തിരി മേക്കപ്പ് ഒത്തിരി പേര് ഇങ്ങനെ പള്ളിക്കര കൊച്ചിൻ്റെ വീട്, അവിടുന്ന് എന്തോരം പേരെ ഒരുക്കിയിട്ടുണ്ട്. എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വീഡിയോ പിടിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള മേക്കപ്പ് ചെയ്തല്ലോ. ഇഷ്ടപ്പെട്ടു. ശരി എന്നാ.